ലക്നൌവും ഗുജറാത്തും തമ്മിലുള്ള മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലും ഈ ഒരു വിജയം ഇങ്ങനെ നടക്കുന്നത്. അതായത് ഗുജറാത്ത് ജയിക്കും എന്ന് തന്നെയായിരുന്നു ഒരു ഉറപ്പുണ്ടായിരുന്നത്. പക്ഷേ ലക്നൌവിന്റെ ബൗളേഴ്സ് നല്ല ഗംഭീരമായിട്ട് അവരവരുടെ റോളുകൾ കൃത്യമായിട്ട് ചെയ്തതോടുകൂടി തന്നെ ഒരു 33 റൺസിന്റെ ഒരു കൂറ്റൻ വിജയം LSGക്ക് സ്വന്തമായി. കിൻഡൻ ഡീകോക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയാതെ ആദ്യം തന്നെ പുറത്തായെങ്കിലും കെ എൽ രാഹുൽ എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 31 ബോളിൽ നിന്ന് 33 റൺസാണ്. ഒരുമാതിരി ടെസ്റ്റിൻ്റെയൊക്കെ WTC വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ കളിക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഒരു മത്സരം പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. കാരണം അത്രത്തോളം എന്താ പറയുക, ആ ലക്നൌവിന്റെ ആ ഒരു തുടക്കത്തെ അത് ഓപ്പണിംഗ് തന്നെ ഇങ്ങനെ ഒന്ന് തുഴഞ്ഞ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പിന്നീടുള്ള ഒരു ഇമ്പാക്ട് വളരെയധികം ഡൗൺ ആയി പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ തുടക്കം എന്നുള്ള കെ എൽ രാഹുലിന്റെ ഈ തുഴച്ചിലും ഈ ഒരു സ്ട്രൈക്ക് റേറ്റിൽ 106 സ്ട്രൈക്ക് റേറ്റ്, അതായത് 31, ഏകദേശം 5 ഓവർ ബാറ്റ് ചെയ്തിട്ട്. അപ്പോൾ പവർ പ്ലേയിലാണെന്ന് ഓർക്കണം, ഈ 5 ഓവർ ബാറ്റ് ചെയ്തിട്ട് ഈ 106 സ്ട്രൈക്ക് റേറ്റിൽ പോകുന്നത് വളരെയധികം ടീമിന് ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ദേവദത്ത് പടിക്കൽ പിന്നെയും കൊണ്ട് കലമുടച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. 7 റൺസ്. അദ്ദേഹം ഈ 4 മത്സരങ്ങളിലായിട്ട് ഒന്നും തന്നെയും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു മാറ്റിയിട്ട് വേറെ ആളെ ഇടുന്നതായിരിക്കും ലക്നൌവിന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ ഹൂഡെ എടുത്തിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലൊരു ബെറ്റർ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും തോന്നുന്നു. അതുപോലെ തന്നെ സ്റ്റോയിൻസ് നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ചു. വലിയ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അവരുടെ ഒരു നട്ടല് തന്നെയായിരുന്നു ആ ഒരു ഇന്നിങ്സ്. 58 റൺസ്. നിക്കോളാസ് പൂരനും നല്ലൊരു ഫയർ പാക്ക് ഒരു പ്രകടനം നടത്താൻ ശ്രമിച്ചെങ്കിൽ 22 ബോളിൽ 32 റൺസുമായിട്ട് പുറത്തായി. ബഡോണി ആണെങ്കിലും നല്ലൊരു കളിച്ചു. 11 ബോളിൽ 20 റൺസ്. അങ്ങനെ ഏകദേശം അത്യാവശ്യം 163 റൺസ് ഏകദേശം കൊണ്ട് എത്തിച്ചു എന്ന് പറയാനേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ടോട്ടൽ അല്ല. അതുകൊണ്ട് തന്നെ ഗുജറാത്ത് അത് പുഷ്പം പോലെ തന്നെ വിജയിക്കുമെന്ന് കരുതി. പക്ഷേ അങ്ങനൊരു ഇതല്ല അവിടെ മറിച്ച് സംഭവിച്ചത്. ലക്നൌവിന്റെ ബോളേഴ്സ് ഗംഭീരമായിട്ട് പന്തെറിഞ്ഞു. സുന്ദറും അതുപോലെ തന്നെ ഗില്ലും അത്യാവശ്യം തുടക്കം നല്ല രീതിയിൽ തന്നെ തുടങ്ങിയെങ്കിലും പിന്നീട് അങ്ങോട്ട് എല്ലാവരും ഫ്ലോപ്പ് ആകുന്ന ഒരു കാഴ്ചയാണ്. തെവാട്ടിയ അവസാനം 30 റൺസ് എടുത്ത് നിന്നെങ്കിലും ബാക്കിയുള്ള എല്ലാവരും എല്ലാവരും മോശമായിട്ടുള്ള ഒരു പ്രകടനം നടത്തിയത് കൊണ്ട് തന്നെ വില്യംസൺ, ഇമ്പാക്ട് പ്ലെയർ ആയിട്ടുള്ള വില്യംസൺ ഇറങ്ങിയെങ്കിലും അദ്ദേഹം വെറും 1 റൺസ് എടുക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കൃണാൽ പാണ്ഡ്യയുടെ ബോളിംഗ്, ആ ഒരു സ്പെല്ല്. അദ്ദേഹം 4 ഓവറിൽ 11 റൺസ് മാത്രം വിട്ടു കൊടുത്തുകൊണ്ട് 3 വിക്കറ്റാണ് എടുത്തത്. അതായത് എക്കോണമി നോക്കിയാണ് 2.75. എനിക്ക് തോന്നുന്നു ഈ സീസണിലെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് എക്കോണമി തന്നെ പറയേണ്ടി വരും കൃണാൽ പാണ്ഡ്യയുടെ ബോളിംഗ്. അതുപോലെ തന്നെ നമ്മുടെ യാഷ് താക്കൂർ 5 വിക്കറ്റ് ഹോൾ, ആദ്യത്തെ 5 വിക്കറ്റ് ഹോളാണ് അദ്ദേഹത്തിൻ്റെയും ഈ സീസണിലെ തന്നെയും ആദ്യത്തെ ഒരു 5 വിക്കറ്റ് ഹോളാണ്. നല്ല രീതിയിൽ പന്തെറിഞ്ഞു. 3.5 ഓവറിൽ 30 റൺസ് വഴങ്ങിയിട്ട് ഒരു മീഡിൻ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ. 5 വിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പന്തെറിഞ്ഞു. അവരുടെ ആ ഒരു ബോളിംഗ് പെർഫോമൻസ് കൊണ്ട് തന്നെ ഒരു വിജയം അവർ നേടി എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. എന്തായാലും ചെറിയ ടോട്ടലിലൊക്കെ ഡിഫെൻഡ് ചെയ്ത് ജയിക്കുകയും വലിയ ടോട്ടലിലൊക്കെ ചേസ് ചെയ്ത് ജയിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഈ IPL തന്നെ കാണുന്നുണ്ട്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ അൺപ്രഡിക്റ്റബിൾ ആണ് ഈ സീസണിലെ IPL എന്ന് പറയുന്നത്. എന്തായാലും തുടർന്നുള്ള മത്സരങ്ങൾ കാണാൻ വളരെയധികം എക്സൈറ്റ്മെന്റോട് തന്നെ ഞാൻ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ മത്സരം ചെന്നൈയും കൊൽക്കത്തയും തമ്മിലാണ്. ഒരു വാശിയേറിയ പോരാട്ടം തന്നെ ഇന്നും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അതിനുശേഷം ഒരു റിവ്യൂ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ IPL ക്രിക്കറ്റ് ട്രോൾസ് നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. നമുക്കറിയാം ക്രിക്കറ്റ് ചാനൽ, ഇൻസ്റ്റാഗ്രാമിൽ ക്രിക്കറ്റ് ചാനലൊക്കെ ഒത്തിരി മലയാളം ട്രോൾസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്ത് അതിന്റെ ആ ഒരു ഫൺ എലമെന്റ് ഒക്കെ നമ്മളൊന്ന് ചർച്ച ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ, നിങ്ങൾ ആദ്യമായിട്ട് തന്നെ കാണുന്നെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം.